ഇന്ന് കുറച്ച് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ നടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോർമലി നടുന്നത് പോലെയല്ല, ഞാനിന്ന് നമ്മുടെ വാഴയുടെ തണ്ടിൽ, അതായത് വാഴയുടെ ഇലയുടെ തണ്ടിൽ ഒന്ന് നട്ടു നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാഴയുടെ ഇല തണ്ട് ഇങ്ങനെ നീളത്തിന് വെച്ചിട്ട്, ഇതൊരു ചെറിയ വാഴയാണ്, അപ്പം ഞാൻ ചെറിയ ഒരെണ്ണമാണ് എടുക്കുന്നത്. നീളത്തിന് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര ഒരു പോർഷൻ മതി, ഇത്രയും മതി കേട്ടോ. ശരിക്കും ഇലയുടെ തണ്ടിലാണ് നടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇല എടുത്തപ്പോൾ അതിൻ്റെ തീരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു തണ്ടിന് കട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഈ ഒരു വാഴക്കൊല ഉണ്ട്, ഇത് പോയി നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു വാഴയുടെ ചുവട്ടിൽ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ നടാം കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കൊരു ഓട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വിത്ത് വയ്ക്കാൻ പോകും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ വിത്തുകൾ വെച്ച് കൊടുക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ. എങ്ങനെ വരുമെന്നറിയില്ല, ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും വിത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു വിത്ത് എടുത്തിട്ട് അതിൻ്റെ ആ ഓട്ടയ്ക്കുള്ളിലേക്ക്, ഞാൻ ആക്കിയ ഒരു ഓട്ടയ്ക്കുള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് ഒന്ന് താഴേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കാൻ പോവാണ്. ഈ ട്രേക്കുള്ളിൽ മാത്രം വെള്ളം നിറച്ചാൽ മതി. ഇതുപോലെ ഇപ്പം വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരുമായിരിക്കും, നമുക്കിത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.